പഠിപ്പിക്കുന്നതിൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? അതിന് വലിയ എന്ത് നടപടിയാ മാധു നമ്മൾ തുടക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ ഞങ്ങളുടെ കണ്ണിൽ ഈ രാജ്യത്ത് രണ്ടു തരം പൗരന്മാരേ ഉള്ളൂ. ഒന്ന് ഈ രാജ്യത്തെ നിലവിൽ RSSകാർ, മറ്റൊന്ന് നാളെ ഈ RSSലേക്ക് ചേരേണ്ടവർ. അല്ലാത്ത ആരും തരം ആളുകളാണുള്ളത്. ഏത് ഇന്ത്യയിലെ പൗരന്മാർ രണ്ട് തരം. ഒന്ന് ആർ എസ് എസ് ഒന്ന് എന്ന് പറഞ്ഞാൽ കക്കൂസ്. അങ്ങനെ തന്നെ പറയാം. കക്കൂസിന് നമ്മൾ രണ്ടിന് പോവുക പറയില്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ആ രണ്ടിന് പോവുക അറിയും. അതാണ് ഒന്നും രണ്ടും. അപ്പോൾ ഈ ചാണകങ്ങളാണ് ഏത് ശൂനക്കികളും മാപ്പപേക്ഷകരുമാണ് ഇവിടുത്തെ പൗരന്മാർ രണ്ടായിട്ട് വേർതിരിച്ചത്. ഒന്ന് അതിലേക്ക് വരാനുള്ള സാധനങ്ങൾ, രണ്ട് അതിലുള്ള സാധനങ്ങളും. ഇത് ശൂനക്കികളും പിന്നെ എന്താ പറയുക മാപ്പപേക്ഷകരും ആയ ആളുകൾ അതിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ആളുകളും രണ്ടാമത്തത് അതിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഗതി, ആരാണ് ആളുകൾ എന്നുള്ളത്. ബാക്കിയെല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരിൽ നിന്ന് പുറത്താണ്. ഈ സംഘി തീവ്രവാദിയുടെ ഒരു അഭിപ്രായമാണ്, മനസ്സിലിരിപ്പ്. അതായത് മനസ്സിലിരിപ്പാണ് അത് ഈ സംഘിയുടെ. ഇത് സ്വപ്നം കണ്ട് ഉറങ്ങുന്ന പണിയാണ് ഇവർക്ക്. ഇതിങ്ങനെ സ്വപ്നം കാണുക, നമ്മളാണ് മാത്രമാണ് ഇവിടുത്തെ പൗരന്മാർ, മറ്റവരൊക്കെ തല്ലി ഓടിക്കേണ്ടവരാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ഇവിടുന്ന് തല്ലി ഓടിക്കേണ്ടവരാണ്. എന്നിട്ട് അവരൊക്കെ സ്വത്തൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം, എന്നിട്ട് ആ സ്വത്ത് കൊണ്ട് നമുക്ക് ജീവിക്കണം. അത് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ സംഘി തീവ്രവാദി. കൃത്യമായിട്ട് പറഞ്ഞും ചെയ്ത് രണ്ടാൾക്കാരാണ്, രണ്ട് കൂട്ടരും മാത്രമാണ് ഇവിടുത്തെ പൗരന്മാർ. അതൊക്കെ ആ മോഹം മനസ്സിലവിടെ സ്വപ്നം കണ്ട് കിടന്നങ്ങനെ ഉറങ്ങുക. എഴുന്നേൽക്കരുത്. ജീവിതകാലം മുഴുവനും ഉറങ്ങിക്കോ. ആ ഉറങ്ങിയാണ്ട് തീർക്കുക. അങ്ങനെ ആ സ്വപ്നമാണ്ട് തീർന്നോളൂ. ഇവിടെ ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ കഷ്ടപ്പെട്ട ആളുകൾ മറ്റുള്ള മതേതരവാദികളാണ്. മുസ്ലിങ്ങളും അതുപോലെ നല്ലവരായ ഹിന്ദുക്കളും കൂടിയാണ് ഇവിടെ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചെടുത്തത്. അവരുടെ ജീവനും രക്തവും കൊടുത്താണ് ഈ രാജ്യമാക്കി മാറ്റിയത്. ഇതൊക്കെ വിരിച്ചു വെച്ചതിൽ കിടന്നുറങ്ങാനല്ലേ നിങ്ങളിപ്പം വന്നത്? അതിന് മുന്നേ വന്നില്ലല്ലോ. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും വിരിച്ചു വെച്ച് തന്ന്, മതേതരവാദികൾ വിരിച്ചു വെച്ച് തന്ന അതിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണിപ്പോൾ. അത്രേ ഉള്ളൂ. പക്ഷേ അന്ന് നിങ്ങൾ ചെയ്ത പണി എന്തായിരുന്നു അറിയും? ഇവിടെ ആഭ്യന്തര യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാർക്ക് സൈന്യത്തെ കൊടുക്കലും ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. അവർ ഈ രാജ്യത്തിൻ്റെ ദേശസ്നേഹി ആണ് എന്നാണ് ഈ ചെറ്റ പറയുന്നത്. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പിന്നെ ഈ പല ആളുകളും ഈ വെളുപ്പിക്കുന്നുണ്ട് RSSൻ്റെ ഗണഗീതമായാലും വേണ്ടില്ല, ഗുണഗീതമായാലും വേണ്ടില്ല. പക്ഷേ അത് വിളമ്പിയത് ഇവിടെ അറിയൂ, കോളാമ്പിയിലാണെന്ന് മാത്രം. പക്ഷെ ഞങ്ങളത് തിന്നൂല. വിളമ്പിയത് കോളാമ്പിയിലായതുകൊണ്ട് ഞങ്ങളത് തിന്നൂല. അത് നിങ്ങൾക്കേ തിന്നാൻ പറ്റുള്ളൂ. കാരണം ചാണകക്കുഴിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇനി കോളാമ്പിയിൽ വിളമ്പിയാൽ എന്താ പ്രശ്നമില്ല. അതിപ്പോൾ രാവിലെ ഈശ്വരൊക്കെ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഞാൻ സ്ഥിരമായിട്ട് പാടുന്നതാണെന്നൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ള ഒരൊറ്റ വാക്കാണ്, അത് വിളമ്പിയത് കോളാമ്പിയിലാണ്. പാട്ട് എത്ര നന്നായാലും കാര്യമില്ല, അത് വിളമ്പിയ സാധനം കോളാമ്പിയിലായതുകൊണ്ട് നമുക്ക് പറ്റൂല. അത്ര തന്നെ ഉള്ളൂ.